പിന്നെ അണ്ടർഗ്രൗണ്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് യുഎഇയുടെ തലസ്ഥാന നഗരിയായ അബുദാബിയിലുള്ള ഒരു വലിയൊരു മോസ്കിനെ പറ്റിയാണ്. ഷെയ്ഖ് സായിദ് മോസ്ക്. മോസ്കുകളുടെ കാഴ്ചകളും വിശേഷങ്ങളും അവിടം വരെ അഥവാ ഷെയ്ഖ് സായിദ് മോസ്ക് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ യാത്ര തുടങ്ങുന്നത് അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിലെ ബസ്സിലേക്ക് ഞാൻ നടന്നു നീങ്ങി. ബസ്സിലെത്തിയ സമയത്താണ് നമ്മൾ ഫസ്റ്റ് അവിടുന്ന് ബസ്സിൻ്റെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ നമുക്കവിടെ ടാപ്പ് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. ടാപ്പ് ചെയ്ത ഉടനെ നമ്മളുടെ കാർഡ് നമ്മൾ അവിടെ ടാപ്പ് ചെയ്യണം. പിന്നെയും എന്നാൽ മാത്രമേ നമുക്കതിൽ പെർമിഷൻ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും. ഇതാണ് അബുദാബിയിലെ ബസ്. അത്യാവശ്യം നല്ല സൗകര്യവും നല്ല ആംബിയൻസും നല്ല സിറ്റിംഗ് കംഫർട്ടും ഒക്കെ ഉണ്ട്. അതും എയർ കണ്ടീഷണർ തന്നെയാണ്. നല്ല സൗകര്യത്തോടുകൂടി ഈ ബസ് ട്രാൻസ്പോർട്ടേഷന് നമുക്ക് ഇവിടുന്ന് അവിടത്തേക്ക് വരുന്ന ചിലവ് ആകെ 2 ദിർഹംസ് മാത്രം. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മാറിക്കയറേണ്ടതുണ്ട്. അബുദാബി ബസ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ 94 എന്നുള്ള ബസ്സിലേക്ക് കയറണം. പിന്നെ സ്ത്രീകൾക്കായിട്ട് പരിഗണനയുള്ള വേറെ സീറ്റ്, കുട്ടികൾക്ക് വേറെ സീറ്റ്, പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേറെ സീറ്റ്, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള സീറ്റ് സൗകര്യം അതിലുണ്ട്. പിന്നെ പല കാര്യങ്ങൾ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. ഭക്ഷണം, പുകവലി, വേസ്റ്റ് ഇടൽ, അതൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ള നിയമങ്ങളാണ്. പിന്നെ നമുക്കിതിലുള്ള ഏറ്റവും നല്ല ആംബിയൻസ് ഉള്ള സൗകര്യം എന്ന് വെച്ചാൽ നല്ല സിറ്റിംഗ് കംഫർട്ട് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ദിർഹംസിന് നല്ലൊരു സൗകര്യം തന്നെ. പിന്നെ ഈ കാണുന്ന TV ഡിസ്പ്ലേയിലൂടെയാണ് നമുക്ക് പുറം കാഴ്ചകളിലേക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുക. എത്തേണ്ട സ്പോട്ട് എത്തുമ്പോൾ അത് സിഗ്നൽ കാണിക്കും, ഇതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഞാൻ അടുത്തുള്ള ഒരു വിൻഡോ സീറ്റിൽ തന്നെയായിരുന്നു. പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം, നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ള രീതിയിൽ. അത്യാവശ്യം റോഡിൽ തിരക്കുണ്ട്, വൈകുന്നേരമാണ്, ഗതാഗതം ഉണ്ട്. പക്ഷെ എന്നാലും ഗതാഗതത്തിലെ സീരിയസ് ട്രാഫിക് നിയമങ്ങൾ എല്ലാവരും പാലിച്ചുകൊണ്ട് ആ യാത്ര തുടരുന്നു. നമ്മളിപ്പോൾ അബുദാബി ബസ് സ്റ്റേഷനിലേക്കാണ് എത്തിയത്. നമ്മളിപ്പം ബസ് കയറിയാലും ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ കാർഡിൽ നിന്ന് ഫണ്ട് കട്ടായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളിപ്പോൾ X5 എന്നുള്ള ബസ് കയറി നേരെ അബുദാബി ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു ബസ് കയറണം. 94 ആണ് ഡയറക്റ്റ് അവിടത്തേക്ക് എത്തുന്ന ബസ്. അപ്പോൾ അബുദാബി ബസ് സ്റ്റേഷനാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഇതാണ് അബുദാബിയിലെ ബസ് സ്റ്റേഷൻ. ഓരോ ടെർമിനൽ ബേസിലാണ് ഇവർ പറയപ്പെടുന്നത്. ഇതിന് അത്യാവശ്യം നല്ല വൃത്തിയും വെടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ ഉള്ളിൽ വീഡിയോ പെർമിറ്റ് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാണിച്ചു. സമയം ഏറെ വൈകിട്ടുണ്ട്, വൈകുന്നേരമായിട്ടുണ്ട്. ഇവിടെ 5:30 ആകുമ്പോഴത്തേക്കിന് സൂര്യാസ്തമയത്തിൻ്റെ ഏകദേശം സമയമാവും. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എത്തണമെന്നാണ് നമ്മുടെ പ്ലാന്. പിന്നെ എനിക്കെൻ്റെ കാർഡിൽ റീചാർജും കൂടി ചെയ്യണം. അപ്പോൾ റീചാർജിങ് വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെ റീചാർജ് ചെയ്യാന്നുള്ളത് അതും കൂടി കാണിച്ചു. ഇതാണ് നമ്മളുടെ ബസ് കാർഡ് പേയ്മെൻറ്റ് ചെയ്യേണ്ട കിയോസ്ക്. ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബസ് കാർഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അവർ പ്രോസസ്സിങ് ആയിരിക്കും. നമ്മൾ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായി അവരെന്ത് ചെയ്യും, അവർ നമ്മളെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ട് ആ മെഷീനിലേക്ക് പോയി അവരെന്ത് ചെയ്യും, പ്രോസസ്സിങ് ചെയ്തിട്ട് നമ്മളെ ബാലൻസിലേക്ക് അത് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇവിടെ ബസ് കാർഡിലേക്ക് നമുക്ക് റീചാർജ് ചെയ്യാം. ഇത്രയും സിമ്പിൾ പ്രോസസ്സാണ്. പിന്നെ ബസ് സ്റ്റേഷൻ്റെ പുറത്ത് നോക്കുന്നതാണെങ്കിൽ അത്യാവശ്യം സൈക്കിളുകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള അത്രയും ആദ്യം നമ്മൾ എങ്ങനെയാണ് ഇത് യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടതെന്ന്, ഒരു വസ്തുവിനെ എങ്ങനെ യൂട്ടിലൈസേഷൻ ചെയ്താൽ അത്രയും ഉപകാരം എത്തുന്നത് UAE അബുദാബിയെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു കണ്ടെയ്നറിലാണ് ഈ സൈക്കിൾ ഗ്യാരേജ് ആക്കി മാറ്റിയത്.
നമ്മളെ 94 ബസ്സിന് വേണ്ടി വീണ്ടും ബസ് സ്റ്റേഷൻ്റെ പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത്യാവശ്യം തിരക്കേറിയ വാഹനങ്ങളൊക്കെ ഉള്ളൊരു റോഡാണ്. അവിടെ തന്നെ നമ്മൾ കുറേ സമയമായി, ഒരു മണിക്കൂറിൻ്റെ മേഖലകളിൽ ആയി നമുക്കിവിടെ വെയിറ്റ് ചെയ്തിട്ട് എപ്പോൾ വരുന്നുള്ളൊരു ടെൻഷനിലാണ് ഞാനുള്ളത്. കാരണം നമുക്ക് രാത്രി മകരിവിന് എത്താൻ നോക്കിയാൽ പക്ഷെ എത്തില്ല. പക്ഷേ ഇഷാവിനാണ് ഇനി എത്തുക. അപ്പോൾ നമുക്കവിടെ കയറാം. ഇതാണ് ബസ് സ്റ്റോപ്പിലുള്ള ബസ് ബോർഡ്. ഇതിലാണ് ഏത് ബസ് ഏത് നമ്പറാണ് വരിക എന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള റൂട്ടിലൂടെ പാഞ്ഞ് വരുന്നത് നമ്മളെ 94 നമ്പർ ബസ്. അപ്പോൾ ഇതിൽ കയറണം. തിരക്കുണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം റഷ് കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ആ കാണുന്ന ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് എൻ്ററായിട്ട് നമ്മളവിടെ ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ. എപ്പോഴും ടാപ്പ് ചെയ്തിട്ട് മാത്രമേ പെർമിഷൻ ഉള്ളൂ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. രാത്രിയാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. ആ ബോർഡിൽ തന്നെ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അവർ കാണിച്ചു തരുന്നുണ്ട്, എവിടെയാണ് നമുക്ക് എത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേഷൻ കഴിയുന്തോറും അവരിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും ഇന്നേ സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങാനുണ്ട് എന്ന്. കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്ത് ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ 2 ദിറംസ് ഒക്കെ ടോട്ടൽ 4 ദിറംസ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റേഷൻ. ഷെയ്ഖ് സായിദ് മസ്ജിദിൻ്റെ ബസ് സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബസ് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയും കയറ്റി അവർ പോവുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അതിലൂടെ ബസ്സും കാറും ഒക്കെ പോവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിലൂടെ നമുക്കിനി സഞ്ചരിക്കാം. അത്യാവശ്യം നല്ല സൗകര്യവും നല്ലൊരു ആംബിയൻസും. രാത്രിയായി ഓരോ ബസ് വരുന്നുണ്ട്, അത് പാസഞ്ചറേയും കയറ്റി അവർ പോകുന്നുണ്ട്. എത്തുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിലാണുള്ളത്. നമ്മളെ ഈ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് നിർത്തിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഉൾക്കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാം. നമ്മൾ നമസ്കാര സമയത്ത് എത്താത്തത് കൊണ്ട് നമ്മൾ മാളിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ മാളിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഹട്ടിൻ്റെ ഉള്ളിലൂടെയാണ്. ഹട്ടിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ UAE തന്നെ അണ്ടർഗ്രൗണ്ട് മാൾ നിങ്ങൾ കണ്ടപ്പോൾ ഒരു വേറൊരു ലോകം തന്നെ, വേറൊരു ലോകത്തിൻ്റെ ഒരു പുതിയൊരു പകർപ്പായി മാറിയ ഒരു ഭംഗിയുള്ള ഒരു ഹട്ട്. ഇത് ഒരു ലോകാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. നമ്മളിപ്പോൾ എൻട്രൻസ് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് മാള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അണ്ടർഗ്രൗണ്ട് മാളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള മെയിൻ എൻട്രൻസ് ഇതാണ്. ഭംഗിയും പിന്നെ ഇതിന് പുറത്ത് നമുക്ക് കഫേ കാണാം, പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ എൻട്രൻസ് വരുന്നത്. 2 എൻട്രൻസ് ആണുള്ളതെന്ന് തോന്നുന്നു. ഞാൻ 1ാമത്തെ എൻട്രൻസിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കുറേ നിയമാവലികൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളെ കൈകൾ കൊണ്ടോ വിരലുകൾ കൊണ്ടോ സിഗ്നേച്ചേഴ്സ്, മാസ്ക് ധരിക്കാൻ പറ്റില്ല, പിന്നെ അവിടെ കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ പല പല നിയമങ്ങളുണ്ട്. അത് നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. കാരണം ചില കാര്യങ്ങൾ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതാണ് നമ്മളെ മെയിൻ എൻട്രൻസ് വരുന്നത്. കയറുമ്പം തന്നെ എസ്കലേറ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിഫ്റ്റും ഉണ്ട്. എസ്കലേറ്റർ യൂസ് ചെയ്യുന്നവർക്ക് എസ്കലേറ്റർ യൂസ് ചെയ്യാം, ലിഫ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഞാനിതൊന്ന് കറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ഹട്ടിൻ്റെ ഉള്ളിലെ ഉൾക്കാഴ്ച. ലിഫ്റ്റിൽ ഇറങ്ങുന്നവരുണ്ട്, എൻട്രാവുന്നവരുണ്ട്, എസ്കലേറ്ററിൽ ഇറങ്ങുന്നവരുണ്ട്, എൻട്രാവുന്നവരുണ്ട്. പല രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ നീങ്ങുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ? നിങ്ങൾ എന്തായാലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. കാരണം ഒരിക്കലും നഷ്ടം വരാത്തൊരു സ്ഥലം തന്നെയാണ് ഷെയ്ഖ് സായിദ് മോസ്ക്. നമ്മളിപ്പോൾ മാളിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് വരെ എത്തിയിട്ടേ എസ്കലേറ്ററിൽ ഇറങ്ങി താഴോട്ടേക്ക് ഏകദേശം എത്തി. ഇവിടുന്ന് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇവിടെ എൻ്ററാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് ഓരോ സിഗ്നൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓരോ സൈൻ ബോർഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. മെയിൻ കയറുന്ന സ്ഥലത്ത് തന്നെ അവർ സ്ഥാപിച്ച ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ കാണുന്നത്. ഇതിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പല കഫേസുകൾ, പല ഡ്രസ് ഷോപ്പുകൾ, ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്പുകൾ, അങ്ങനെ ഇവിടെ എന്തൊക്കെയാണോ നമുക്കൊരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്തൊക്കെ ആവശ്യമുണ്ടോ നമുക്കൊരു യഥാർത്ഥ മനുഷ്യന്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് മക്കളെ UAEയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലുള്ള കാരണം. എവിടെ എന്ത് സ്ഥാപിക്കണം, എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അത് ഉപയോഗത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമുക്ക് ഇതിൽ കണ്ട് നമുക്ക് മാതൃകയാക്കാം. നമ്മൾ പല ലൈറ്റ്സ്,
പല കാര്യങ്ങൾ, പല എൻട്രൻസും, പല മാളിൻ്റെ പല രൂപങ്ങളും രൂപകൽപ്പനകളും പല സ്ഥലങ്ങളും പിന്നെ ഇവയുടെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അട്രാക്ഷൻ സ്പേസ്, ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഏതൊക്കെയാണ്, എവിടേക്കാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുക ഒക്കെ ഇവിടെയുള്ള ഓരോ ഡിസ്പ്ലേകളിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പലതരം ഐറ്റംസാണ്. കാണുമ്പോൾ വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഹെവി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം ബജറ്റ് കയ്യില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല. ഇവിടുത്തെ ഫുഡ് കോർട്ടാണിത്. നമ്മളിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കുന്നില്ല. നമ്മൾ നേരെ ഇതിൻ്റെ എൻട്രൻസ് കയറണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മളല്ലെങ്കിൽ തലേ ദിവസം ഇവിടുത്തെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ കിയോസ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എന്ത് ചെയ്യും, ലാസ്റ്റ് നമുക്കൊരു QR കോഡ് നമുക്ക് കിട്ടും. എത്ര ആൾക്കാരാണോ ഉള്ളത്, ഏത് സമയമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, എപ്പോഴാണ്, എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്, അങ്ങനെ എല്ലാം ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്ത് നമ്മളെ ഈ കിയോസ്കും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ QR കോഡ് നമ്മൾ അതിൽ നിന്ന് വാങ്ങിയെടുത്ത് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ എത്ര പേരുണ്ട്, നമുക്ക് ഏത് നാഷണാലിറ്റി ആണ്, റെസിഡൻ്റ് ആണോ വിസിറ്റർ ആണോ ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എൻട്രി പെർമിറ്റ് ഉള്ളൂ. ഇതില്ലാതെ നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു QR കോഡ് വരുന്നത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമുക്കത് എല്ലാവിടെയും കാണിച്ചു കൊടുക്കണം. നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറുന്ന സമയത്തായിക്കോട്ടെ, പള്ളിയുടെ മെയിൻ എൻട്രൻസിലായിക്കോട്ടെ, മാളിൻ്റെ എൻട്രൻസിലായിക്കോട്ടെ, എല്ലാവിടെയും ഇത് നിർബന്ധമാണ്. അപ്പോൾ ഇത് എടുക്കാനും മറന്നു പോകണ്ട. പിന്നെ ഇവിടെ കയറുമ്പോൾ പല റെസ്ട്രിക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു നല്ല വസ്ത്രധാരണം ഇല്ലാതെ നമുക്കിതിൽ എൻട്രി പെർമിറ്റ് ഇല്ല. പിന്നെ അത് പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ എന്ത് ചെയ്ത് നേരെ നടന്ന് മാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മാളിൻ്റെ ഉള്ളിലേക്കല്ല, പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ചില കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പകർത്തി തരാം. ഇവിടെ ഓരോ സൈൻ ബോർഡ് ഉണ്ട്, നമുക്കൊരിക്കലും തെറ്റില്ല. എവിടെ വേണമെങ്കിലും പോകണമെങ്കിൽ അത് കറക്റ്റ് ഏതൊക്കെയാണ്, എങ്ങോട്ടേക്കാണ് പോകാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട്. അവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യണം. QR കോഡൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി പെർമിറ്റ് ഉള്ളൂ. നമുക്കത് വിഷ്വൽസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളത് എടുത്തിട്ടില്ല. അതിന് പുറമെ ഇവിടെ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ മാളിൻ്റെ പലതരം വെറൈറ്റീസ് ഓഫ് അവരുടെ എപ്പോഴാണിത് തുറന്നത്, എപ്പോഴാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്, ആരൊക്കെയാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്, എല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം അവിടത്തേക്കുള്ള ഷെയ്ഖ് സായിദ് മോസ്ക് കാണാനുള്ള എസ്കലേറ്ററിലാണ്. അവിടെ കയറിയിട്ട് നമുക്ക് ഈ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ പല ഭംഗിയുള്ള കാഴ്ചകളും ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹിജാബ്, പിന്നെ ബുർഖ, പിന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സ്, ഇതൊക്കെയാണ് വിസിറ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഭംഗി കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു കുളിർമയാണ്. അത്രയും ഭംഗിയും അത്രയും രസകരമായ രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്. നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഒന്നുകൂടി അത്ഭുതപ്പെട്ടത്. എല്ലാ സ്ഥലത്തും മാർബിൾ കൊണ്ട് അവർ പതിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗി തന്നെ, പച്ചക്കളറുള്ള മാർബിളും അതേ ഡിസൈനിങ്, എവിടെ നോക്കിയാലും ചുമരടക്കം മാർബിളാണ്. ഇത്രക്കും ഭംഗിയിൽ ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഒതുവെടുത്ത് നേരെ മുകളിലേക്കാർ ഇവിടെ കുടിവെള്ളത്തിൻ്റെ നോക്കിയാലും അതും മാർബിളിൽ പല മാർബിൾ പീസുകൾ കൊണ്ടാണ് ഇവർ റെഡിയാക്കി വെച്ചത്.
ഞാൻ പിന്നിലുള്ള നിസ്കാര റൂമിലേക്ക് എത്തി. അവിടുന്ന് നിസ്കരിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഇരിക്കാനങ്ങ് ഇരുന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല, അത്രക്കും മനോഹരം. കൈകൾ കൊണ്ട് നിർമ്മിച്ച കാർപ്പറ്റ്, അത്യാവശ്യം നല്ല ഭംഗി തന്നെ. പള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നല്ല രീതിയിലുള്ള പള്ളി. കാണുന്ന കാർപ്പറ്റിനാണ്ട് അത്ര മൃദുലമായിട്ട് നിൽക്കുന്നത് നല്ല രസമുണ്ട്. അതും കൈ കൊണ്ടുണ്ടാക്കിയ കാർപ്പറ്റാണ്. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ആ ലൈറ്റിങ്ങും ആ ബൾബും പിന്നെ ഡിസൈനും എല്ലാം മാർബിൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ക്ലോക്കാണിത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു കാർപ്പറ്റാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഏകദേശം 1200ഓളം വരുന്ന കലാകാരന്മാരുടെ കലാവാസനയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. കൈകൊണ്ട് തുന്നിപ്പിടിപ്പിച്ച, അവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം 70% വൂളും പിന്നെ 30% വൂൾ ആൻഡ് കോട്ടനും കൂടിയിട്ടാണെന്നുള്ളത്. നല്ല വലുപ്പവും അത്യാവശ്യം. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു, കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയ കാർപ്പറ്റാണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ തങ്ങിക്കൂടിയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അതിനപ്പുറമാണ് ഇവിടുത്തെ ഓരോ ചുമരുകളും അവർ നിർമ്മിച്ചത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ കറക്റ്റ് മാർബിൾ കൊണ്ട് കൊത്തി പണി കഴിപ്പിച്ചതാണ്. അത്രക്കും മനോഹരമാണ്. ഇവിടുന്ന് എങ്ങനെ നിങ്ങൾ അറിയിക്കണം എന്നറിയില്ല. പിന്നെ ഓരോ സ്ഥലങ്ങളും, ഇതിൻ്റെ എൻട്രൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഡോർ ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും അത്രക്കും മനോഹരമാണ്. ഇപ്പം കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓരോ ഭാഗങ്ങൾ ഇതിൻ്റെ ചുമരുകൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഭംഗി തന്നെയുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് ഒരു ലെങ്തി വീഡിയോ അവിടം വരെ ഉള്ള. എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെള്ളം കുടിച്ച്, അതിനുശേഷം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാർബിൾ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാൾ, അതും പൂക്കൾ കൊണ്ട് നിറച്ച്, അത് മാർബിളായിട്ടുള്ള. എല്ലാ ജനങ്ങളും ഇവിടെ വന്നിട്ട് ഇത് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഇതിൻ്റെ അനുഭൂതികൾ അറിയാനും വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ നോക്കി നോക്കും, എന്ത് വലിയ ഡിസൈനിലാണ് നോക്കി നോക്കും ഇവിടെ ഉണ്ടാക്കി വെച്ചത്. എല്ലാം മാർബിള്, കൊത്തി വെച്ച മാർബിളാണ്. നല്ല വൃത്തിയിലും വെടുപ്പിലും ഓരോന്നും അതിൻ്റെതായ രീതിയിൽ തന്നെ ലോക ചരിത്രത്തിൽ ഒരിടം പിടിച്ച പള്ളി തന്നെയാണിത്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. പള്ളിയുടെ ഉള്ളിൻ്റെ അഥവാ പള്ളിയിലെ എങ്ങനെ പറയുക, നമ്മുടെ അകപ്പള്ളിയുടെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോഴുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത്. അകപ്പള്ളി എത്തിയാൽ പിന്നെ അത് വേറെ തന്നെ ഒരു ലോകമാണ്. അവിടെ പല കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. അവിടുത്തെ ലൈറ്റ്, എത്ര വലിയ ലൈറ്റാണ് നിങ്ങൾ കണ്ടിട്ടാണ്, വലിയ ലൈറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ മനുഷ്യനിർമ്മിതമായ കാർപ്പറ്റ്, ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച കാർപ്പറ്റ്. നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ മെയിൻ എൻട്രൻസിലുള്ള മെയിൻ കാർപ്പറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലൈറ്റിംഗ് ഉണ്ട്, ഇതിൻ്റെ എന്താ ഭംഗി. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. കിബില വാൾ, മക്കൾക്ക് നേരെയാണ് ഉള്ളത്, കാബയ്ക്ക് നേരെ ആണ് ഈ പള്ളി സ്ഥിരീകരിച്ച് നിൽക്കുന്നത്. അപ്പം അത്രയും പരിഗണന കൊടുക്കുന്നുണ്ട്. ബൾബ് നോക്കി നോക്ക്, അയ്യല്ലോ ലൈറ്റിങ്, എന്താ അതിൻ്റെ തിളക്കം, എന്താ അതിൻ്റെ ഗ്ലൈസിങ്, ഗ്ലോയിങ്. പിന്നെ ഓരോ വശത്തും ഓരോ രീതിയിൽ ഓരോ ചുമരുകളിലും മാർബിളാണ്. പിന്നെ ഓരോന്നിലും അസ്മാഉൽ ഹുസ്നയാണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലുള്ളത്. പല പേരുകൾ, അല്ലാണ്ട് പല പേരുകളാണെന്ന് തോന്നുന്നു. അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ചുമര്, ഈ ലൈറ്റിങ് കാണാൻ തന്നെ എന്താ ഭംഗിയാണ്. ഞാൻ നിന്നൊരു ഫോട്ടോവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത്, എന്താ ഭംഗി. മിഹ്റാബ് കണ്ടോ അവിടെയുള്ള ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാലാ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം മിഹ്റാബ് കണ്ടോ നിങ്ങൾ,
അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതാണ് ക്ലോക്ക്, ദ ക്ലോക്ക് ഓഫ് ഗ്രാൻഡ് മോസ്ക്. ഓരോ ക്ലോക്കിനും അതിൻ്റെതായ ശൈലിയും അതിൻ്റെതായ അർത്ഥവത്തായ കാര്യങ്ങളുണ്ട്. നമ്മളധികം അർത്ഥവത്തായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നാൽ തന്നെ മനസ്സിലാവും. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ അത്രയും രസമുണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പം വരാണ്ട് ഒരിക്കൽ നിൽക്കരുത്. ഇതാണ് ഷെയ്ഖ് സായിദിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഞങ്ങളെല്ലാം നടന്നു നീങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട്. നിങ്ങൾ ആ തിളക്കം കണ്ടോ? ഓരോ മിനാരങ്ങളും അതേത് രീതിയിലാണ് വെച്ചതെന്നുള്ള. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കൊന്നും കൂടി ഉള്ളിലേക്ക് കയറിയാലോ. ഇനി പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഉള്ളിലാണ്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ക്ലീനിങ് പ്രോസസ്സ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പള്ളിയുടെ ഉള്ളിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ പ്രൊഹിബിറ്റഡ് ആണെന്ന് അവിടെ അതിൻ്റെ എൻട്രൻസ് തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഭംഗി നിങ്ങൾ കണ്ടോ? ആ കാഴ്ച നിങ്ങൾ കണ്ടോ? ആ രസം, ആ കാണുന്ന ഷെയ്ഖ് സായിദ് പള്ളിയുടെ മെയിൻ കവാടം, ആ പള്ളിയുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് നോക്കി നോക്കും. എന്താ ഭംഗി! എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ സ്ട്രക്ചർ, ഒരേ ആംബിയൻസ്, ഒരേ വൈബ് തന്നെ. നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ വരെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം ഓൺ വ്ലോഗ്സ് ബൈ സുഹൈൽ സുലൈമാൻ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കീപ് സപ്പോർട്ടിങ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ബൈ.